വടകരയിൽ ജനകീയ യുവശക്തി എന്ന പേരിൽ ലോങ് മാർച്ചുമായി യൂത്ത് ലീഗ്. താഴങ്ങാടിയിൽ നിന്ന് വടകര SP ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരെ അറസ്റ്റ് ചെയ്യുക, പോലീസ് മേധാവികളുടെ സംഘപരിവാർ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മൗനസമ്മതം നൽകുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് എപ്പോഴായിരിക്കും നടക്കുക? എങ്ങനെയാണ് ആ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്? ശ്രുതി, 4 മണിക്കാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങുക. അതായത് വടകര താഴെയങ്ങാടിയിൽ നിന്ന് വടകര SP ഓഫീസിലേക്കായിരിക്കും പ്രതിഷേധ ലോങ് മാർച്ച് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനകീയ യുവശക്തി എന്ന പേരിട്ടിരിക്കുകയാണ് മാർച്ചിന്. അതായത് PMA സലാമാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. ശേഷം മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രമുഖ നേതാക്കൾ എല്ലാവരും മാർച്ചിന് നേതൃത്വം കൊടുക്കുകയും ചടങ്ങിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. മാർച്ചിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ, യഥാർത്ഥത്തിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, പോലീസിൻ്റെ നിലവിലുള്ള സംഘപരിവാർ നേതാക്കളുമായൊക്കെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. കൂടാതെ മാമിയുടെ തിരോധാനം, അതുപോലെ കനൗലി കനാലിൽ വീണ് മരിച്ച ആളും പോലീസുമായുള്ള ബന്ധം, ഇത്തരം കാര്യങ്ങൾ പോലീസിലെ എല്ലാ പുഴുക്കുത്തുകളെയും പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കാണിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധ മാർച്ചായിരിക്കും ഇന്ന് വൈകിട്ട് നടക്കുക എന്നാണ് അറിയിക്കുന്നത്. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് PK ഖാസിം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട്. ശരി, സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.